മകനോ മകളോ ഉണ്ടാകും മലയാളികൾ ആ ഒരു വാത്സല്യം അനുഭവിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടുമല്ല, ജനങ്ങൾക്ക് പരിമിതികളുമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ജീവിതത്തിൽ നമുക്ക് അനേകരുടെ മനസ്സിൽ അത് കാരണമായി തീർന്നിരിക്കുന്ന ഒരു നമ്മൾ മലയാളികൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ, ഇവിടെ ദിയ കൃഷ്ണ എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി മലയാളികളായ നമ്മൾ ഓരോരുത്തരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഒരു അമ്മ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് ഒരു സ്ത്രീ എത്തുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പരിപൂർണത, അതിൻ്റെ ഒരു സന്തോഷം, അത് കുറേ നാൾ വരെയെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു കുടുംബത്തിനകത്ത് മാത്രം ഒതുങ്ങി നിന്നവയാണെങ്കിൽ ഇന്ന് ഈ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് ആളുകളിലേക്ക് ആ നല്ല നിമിഷത്തെ പകരാനായിട്ട് സോഷ്യൽ മീഡിയ, അതായത് യൂട്യൂബ് പോലെ ഇങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുള്ളത് തന്നെ അനേകർക്കത് വരുമാനത്തിന് കാരണമാണ്. കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിരവധി ആളുകൾ അതിനോട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും കൂടിയായി മാറിയിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചാനലുകളിലെ എല്ലാ വീഡിയോസും കണ്ടു തീർക്കാൻ ജനങ്ങൾക്ക് പരിമിതികളുമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ദിയ കൃഷ്ണയെ പോലെ ഒരു വ്ളോഗറിൻ്റെ ഒരു യൂട്യൂബ് കോണ്ടന്റ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടുമല്ല, അതിൻ്റെ ഒരു സവിശേഷത കൊണ്ട് തന്നെയാണ്. കാരണം അത് അമ്മ എന്ന് പറയുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ മൂല്യം, അതിൻ്റെ ആഴം അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾ ഒന്നടങ്കം ഹൃദയത്തിൽ ഏറ്റിക്കഴിഞ്ഞ ഒരു നിമിഷമാണത്. അതായത് പ്രസവ രംഗത്തെ ചിത്രീകരിച്ചുകൊണ്ട് കുടുംബം ഒന്നാകെ ഇരുന്ന് അത് ആസ്വദിക്കുന്നത്, ജനങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ച് ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷ നിമിഷമാണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ ഒരു അപ്പനും അതുപോലെ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന അമ്മയ്ക്കും ഇതിലും വലിയ ഒരു നിമിഷം ജീവിതത്തിൽ ദിയ കൃഷ്ണയ്ക്ക് സമ്മാനിക്കാനില്ല. കാരണം അത്ര മനോഹരമായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് ദിയ കൃഷ്ണ. നിയോം എന്നാണ് തന്നെ തനിക്കുണ്ടായ മകനെ വിളിച്ചിരിക്കുന്ന പേര്. അതിമനോഹരം എന്നല്ലാതെ ഇതിനെ സവിശേഷിപ്പിക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. കാരണം ജനങ്ങൾ ഒരുപാട് തലങ്ങളിൽ ഇത് ആഘോഷിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ അത് നിരാശപ്പെട്ട് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്ന വേളയിലും എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ജീവിതത്തിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും വന്നു ചേരുന്ന ഒരു പദവിയല്ല അമ്മ എന്ന് പറയുന്നത്. അമ്മയാകാനും വേണം ഒരു ഭാഗ്യം. അമ്മയായി ആ ഒരു മകനോ മകളോ ഉണ്ടാകുമ്പോൾ ആ ഒരു വാത്സല്യം അനുഭവിക്കാനുള്ള ആ മകനോ മകൾക്കോ ഉള്ള ഒരു ഭാഗ്യമുണ്ടല്ലോ, അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ജീവിതത്തിൽ നമുക്കറിയാം ഒരുപാട് പേര് അനാഥരായിട്ടുള്ളവരുണ്ട്. ഒരുപാട് പേർക്ക് അന്നന്നുള്ള ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേര് ഈ ലോകത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം ഈ ഒരു കുടുംബത്തിന് ലഭിച്ചപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടതിൽ അതിൽ രണ്ടാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വീഡിയോസിൽ ഇതുവഴിയൊക്കെ പ്രസവ ശുശ്രൂഷയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങളുടെ കുഴപ്പം? അവരുടെ ഇഷ്ടമാണെങ്കിൽ അവരത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്ത ഒരുപാട് വീഡിയോസ് കാണാനിടയായി. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ മറന്നു പോകുന്ന ഒരു വസ്തുത ഇവിടെ ഈ ഒരു കുടുംബത്തിൻ്റെ ആഗ്രഹം, അവർക്ക് സാമ്പത്തികമായ സ്ഥിതിയും അവരുടെ സാമൂഹ്യമായിട്ടുള്ള അവരുടെ ഇടപാടുകളിലൊക്കെ അവരത്രയും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളാകട്ടെ അവർ ചെല്ലുന്നിടത്തൊക്കെ അവർക്ക് ഒരു ആക്സസ് ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകുന്നു. ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിച്ചിട്ടില്ല. പൈസ ഉണ്ടായാലും പോലും ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് വന്നേക്കാം. കാരണം ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ആ ഒരു സ്വീകാര്യത, അവരുടെ ആസ് എ ഫാമിലി ആളുകളുടെ ഇടയിൽ അവർക്കുള്ള ഒരു അംഗീകാരം, ഇതൊക്കെയാണ് അതിൻ്റെ പിറകിലുള്ള രഹസ്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ദിയ കൃഷ്ണയ്ക്ക് കുടുംബസമേതം അശ്വിനും ദിയ കൃഷ്ണയ്ക്കും ഉണ്ടായ നിയോം എന്ന് പറയുന്ന മകൻ, അത് അവർക്ക് എക്കാലവും ഓർത്തിരിക്കാൻ ഒരേ ഒരു മീഡിയം എന്ന് പറയുന്നത് ഈ യൂട്യൂബിലുള്ള വീഡിയോസാണ്. അത് എക്കാലവും ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള പഴയ കാസറ്റ്സും അതുപോലെ പഴയ ടേപ്സും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ
ഇരിക്കെ ഈ യൂട്യൂബ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ അത് എക്കാലവും പ്രചരിപ്പിക്കപ്പെടുകയും എക്കാലവും നമുക്ക് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ഓർത്തു വെക്കാനോ ഒക്കെ അനേകരുടെ മനസ്സിൽ അത് കാരണമായി തീർന്നിരിക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ടോ, അത് മറ്റുള്ളവർക്ക് ഒരു ഉത്സാഹത്തിനോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസത്തിന് കാരണമാകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് തുടരണം. അതുകൊണ്ട് തന്നെ ദിയ കൃഷ്ണയും അശ്വിനും ഈ ഒരു മുഹൂർത്തം ജനങ്ങളുമായി പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം ഈ നിമിഷം അറിയിക്കട്ടെ. അതിനോട് ബന്ധപ്പെട്ട് തന്നെ സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഗ്രാൻഡ് പേരൻസിനും ഒരു വലിയ കൺഗ്രാജുലേഷൻസ് ഈ നിമിഷം അറിയിക്കട്ടെ. അതുപോലെ മറ്റ് സഹോദരികൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് നിന്ന് ആ ഒരു മനോഹരമായ നിമിഷത്തെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അവർക്കൊക്കെ കുടുംബമായിട്ട് സാധിച്ചു. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഡോക്ടർമാർ, നഴ്സുമാർ, ഇവർക്കൊക്കെയും അഭിനന്ദനങ്ങൾ. അതിലോടൊപ്പം കണ്ട ഒരുപാട് പ്രേക്ഷകർ അവരുടെ ജീവിതത്തിലും ഈ ഒരു വലിയ പദവിയിലേക്ക് എത്താൻ അനേകർ കൊതിക്കുന്ന ഈ നാളുകളിൽ ഒരുപാട് പേർക്കത് പറ്റാതെ നിരാശപ്പെട്ടും പ്രയാസപ്പെട്ടും ഒക്കെ ജീവിക്കുമ്പോൾ ഇവിടെ ഇതാ ഈ ഒരു ഭാഗ്യം ലഭിച്ച ഈ അമ്മയും അപ്പനും അമ്മുമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ ഒരുപാട് ആശംസകളും നന്മകളും നേരുന്നു. വരുന്ന ആളുകളിലും അനേക നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകട്ടെ. അപ്പോൾ ദിയ കൃഷ്ണ, അശ്വിൻ ആൻഡ് നിയോം ഫാമിലിയായിട്ട് ഒരുപാട് നല്ല നിമിഷങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.